ഭാഗം 6. ശാന്തമായ എൻ്റെ ഗ്രാമത്തിൽ നിന്നും തിരക്കേറിയ ലണ്ടൻ പട്ടണത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഒരു സ്ഥലം മാറ്റം മാത്രമല്ല, ഒരു ജീവിതം വെടിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച ധനവും സൗന്ദര്യവും വലിയ പ്രതീക്ഷകളുമുള്ള പുതിയ ജീവിതം. ലണ്ടനിൽ എത്തിയ ഉടനെ ജാഗേഴ്സിൻ്റെ ഓഫീസിലേക്കാണ് പോയത്. എൻ്റെ ഒരു മാസത്തെ ചെലവിനുള്ള തുകയും മറ്റ് സാധനങ്ങൾ വാങ്ങേണ്ട സ്ഥാപനങ്ങളുടെ കാർഡുകളും തന്നു. സാധനങ്ങൾ വാങ്ങിയാൽ ബില്ല് ജാഗേഴ്സിൻ്റെ ഓഫീസിലാണ് നേരിട്ടെത്തുക. എനിക്കത് വളരെ സൗകര്യമാണ്. ജാഗേഴ്സിൻ്റെ ക്ലർക്കായ വെമിക്കിനെ വഴി കാണിക്കാൻ അയച്ചു തന്നു. വെമിക്കിൻ്റെ കൂടെ ബെർണാഡിൻ്റെ സത്രത്തിലേക്ക് പോയി. അവിടെയാണ് ഹെർബർട്ട് പോക്കറ്റിൻ്റെ കൂടെ ഞാൻ താമസിക്കേണ്ടത്. ഹെർബർട്ടിൻ്റെ മുറി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ. വേഗം വരും എന്ന് വാതിലിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. വെമിക്ക് എനിക്ക് വേണ്ടി കാത്തു നിന്നില്ല. എന്നെയും അവിടെ നിർത്തിപ്പോയി. കുറച്ച് അധികം സമയം കാത്തു നിൽക്കേണ്ടി വന്നു. 2 കൈകളിലും പഴങ്ങളുടെ കെട്ടുകളുമായാണ് ഹെർബർട്ട് വന്നത്. സമ്പന്നനല്ലാത്ത ഒരാളാണ് പോക്കറ്റ്. കണ്ടപാടെ വെളുക്കെ ചിരിച്ചു. പിപ്പല്ലേ? പോക്കറ്റാണോ? ക്ഷമിക്കണം പിപ്പ്, കുറെ കൂടി വൈകിയാണ് നിന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. അത്താഴത്തിന് ശേഷം പഴങ്ങൾ ഇഷ്ടമാകുമെന്ന് വിചാരിച്ച് വാങ്ങുവാൻ പോയതായിരുന്നു. ഞാൻ മറുപടി ഒന്നും പറയാതെ കേട്ടു നിന്നു. ഹെർബർട്ട് വാതിൽ തുറന്ന് എന്നെ അകത്തേക്ക് വിളിച്ചു. വേഗം മുറി കാണിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ടത്ര സൗകര്യം ഉണ്ടോ എന്ന് അറിയില്ല. അപ്പുറത്തെ കെട്ടിടത്തിൽ നിന്നും ഭക്ഷണമൊക്കെ കിട്ടും. ചെലവ് നീ വഹിക്കുമെന്നാണ് ജാഗേഴ്സ് പറഞ്ഞത്. ഞാൻ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ എന്നെ മനസ്സിലായി. ഹവിഷാമിൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് മല്ലടിക്കുന്നോ എന്ന് വെല്ലുവിളിച്ച ഞങ്ങൾ 2 പേരും പൊട്ടിച്ചിരിച്ചു. ഹവിഷാമിന് ഇഷ്ടപ്പെടുമെന്ന് കരുതി വന്നതായിരുന്നു. ഉണ്ടായില്ല. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എസ്റ്റെല്ലയെ വിവാഹം കഴിക്കേണ്ടി വരുമായിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അഹങ്കാരിയാണവൾ. ഹവിഷാം ആണ് അവളെ അങ്ങനെ ആക്കിയത്, എല്ലാ പുരുഷന്മാരോടും പ്രതികാരം ചെയ്യുവാൻ. എനിക്ക് ഹെർബർട്ടിൻ്റെ വാക്കുകൾ ഇഷ്ടമാകുന്നില്ല എന്ന് തോന്നാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് എസ്റ്റെല്ലയെ ഹവിഷാം അങ്ങനെ വളർത്തിയത് എന്ന് ഞാൻ ചോദിച്ചു. അതൊരു വലിയ കഥയാണ്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. വേഗം ചെയ്യേണ്ടത് പെട്ടിയിലെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ്. അധികം കഴിയുന്നതിന് മുന്നേ ഭക്ഷണം എത്തി. ആദ്യ ഭക്ഷണം ഞങ്ങൾ അടുത്തടുത്തിരുന്ന് കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം മുഴുക്കെ ഹെർബർട്ടിൻ്റെ മുന്നിൽ തുറന്നു വെച്ചു. എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി ഒരു മാന്യനാക്കി തീർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഹെർബർട്ടിനെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു ഞാൻ. തുറന്ന മനസ്സായിരുന്നു ഹെർബർട്ട് പോക്കറ്റിന്. നല്ല പെരുമാറ്റവും. ഹവിഷാമിൻ്റെ പ്രീതി നേടിയാൽ അവരുടെ പിന്തുടർച്ചാ അവകാശിയാകുവാൻ കഴിയുമെന്ന് ഹെർബർട്ടിന് അറിയാം. ഞാനിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ആനുകൂല്യം പ്രിയപ്പെട്ടവനായാൽ അവന് ലഭിക്കും. എന്നാൽ എന്നെക്കുറിച്ച് അവൻ അങ്ങനെയൊന്നും ആലോചിക്കുന്നതായി തോന്നിയില്ല. കിട്ടിയതുകൊണ്ട് സംതൃപ്തനായി സന്തോഷിക്കുകയാണ് അവൻ. നല്ലൊരു ഭാവി അവനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വെപ്രാളപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നില്ല. അവൻ ആവശ്യമുള്ള പണമുണ്ടാക്കാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. കപ്പൽ വ്യാപാരത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. വിളറിയ അവൻ്റെ മുഖം ഒട്ടും ഭംഗിയില്ല കാണാൻ. മനസ്സിൻ്റെ നന്മ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അതുമാത്രം മതി അവനെ ആളുകൾ ഇഷ്ടപ്പെടാൻ. ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഹവിഷാമിൻ്റെ കഥ പറയാൻ തുടങ്ങി. നശിപ്പിക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഹവിഷാം. കുഞ്ഞുനാളിലെ അമ്മ മരിച്ചു. ഒറ്റ കുട്ടിയായിരുന്നു അവൾ. അവളുടെ അച്ഛൻ ലാളിച്ച് അവളെ വഷളാക്കി. അയാൾ വളരെ സമ്പന്നനായിരുന്നു.
അയാൾ മരണപ്പെട്ടപ്പോൾ ഹവിഷാം വലിയ സ്വത്തിനുടമയായി. അവർ ഒരു സുന്ദരനുമായി ഇഷ്ടത്തിലായി. അവരുടെ മച്ചനനായ എൻ്റെ അച്ഛൻ അതൊട്ടും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അവരുടെ ഇഷ്ടക്കാരൻ പണക്കാരനാണെങ്കിലും ശുദ്ധനല്ല. മനസ്സു നന്നായില്ലെങ്കിൽ മാന്യനാവില്ല എന്ന് അച്ഛൻ എപ്പോഴും പറയാറുള്ളതാണ്. അയാളെ ഉപേക്ഷിക്കുവാൻ അച്ഛൻ നിഷ്കർഷിച്ചതാണ്. അവർ ദേഷ്യപ്പെട്ട് ഉടൻ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അന്ന് അവിടെ നിന്നും ഇറങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് കയറിയിട്ടില്ല. ഹവിഷാം അച്ഛൻ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവർ അയാളെയാണ് കൂടുതൽ വിശ്വസിച്ചത്. അവരുടെ പണം അയാൾക്ക് വേണ്ടി ധാരാളിത്തത്തോടെ ചിലവഴിച്ചു. അയാൾ പക്ഷേ അവരെ ചതിച്ചു. അയാൾ അവരെ വിവാഹം ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തതായിരുന്നു. വിവാഹദിനം അയാൾ വന്നില്ല. പകരം സ്നേഹബന്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള കത്താണ് അവിടെ എത്തിയത്. വിവാഹ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്താണ് അവർക്ക് കത്ത് കിട്ടിയത്. 8 മണി കഴിഞ്ഞ് 40 മിനിറ്റായിരുന്നു അപ്പോൾ സമയം. ഹവിഷാമിൻ്റെ വീട്ടിലെ എല്ലാം നിശ്ചലമായിരിക്കുന്ന അവസ്ഥ എന്നെ അത്ഭുതപ്പെടുത്തി. അതെ, അവരുടെ ഹൃദയം തകർന്നു പോയി. ആ വീട്ടിലെ എല്ലാ ക്ലോക്കുകളും അവർ ആ സമയത്ത് നിശ്ചലമാക്കി. അതിനുശേഷം അവർ സൂര്യനെ കണ്ടിട്ടില്ല. വീട്ടിലെ എല്ലാ വസ്തുക്കളും ആരും തൊടാതെ അതുപോലെ നിലനിർത്തി. അയാൾ എന്താണ് അവരെ കല്യാണം കഴിക്കാതിരുന്നത്? വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ സമ്പത്ത് മുഴുവൻ അയാൾക്ക് കിട്ടില്ലായിരുന്നോ? അയാൾ മുന്നേ വിവാഹിതനായിരുന്നു എന്നാണ് എനിക്ക് സംശയം. അയാൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിച്ചിരുന്നില്ല. അവരെ കൊണ്ട് അയാളുടെ ദുശീലങ്ങൾക്ക് പണം ചെലവഴിപ്പിക്കുവാൻ പ്രയോഗിച്ച സൂത്രമായിരുന്നിരിക്കണം. ഞാൻ കഥ കേട്ട് നെടുവീർപ്പിട്ടു. അടുത്ത ദിവസം ഹെർബർട്ട് എന്നെയും കുട്ടി അവൻ്റെ അച്ഛൻ്റെ മുന്നിൽ ചെന്നു. അദ്ദേഹമാണ് എനിക്ക് ട്യൂഷൻ എടുക്കുന്നത്. ഹെർബർട്ടിനെ പോലെ പ്രസന്നമായ സ്വഭാവമുള്ള നല്ല മനുഷ്യനാണ് അദ്ദേഹം. മറ്റ് 2 പഠിതാക്കളുടെ കൂടെയാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് അദ്ദേഹം അറിയിച്ചു. അദ്ദേഹം അവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഒന്ന് സ്റ്റാർ ടോപ്പ്, നല്ല ചങ്ങാതിയാണെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. രണ്ടാമത്തേത് ബെൻ ലിഡ്രം, താനാണ് എല്ലാവരെക്കാളും വലിയവനെന്ന് വിചാരിക്കുന്ന ഒരു യുവാവാണ് അത്. എനിക്ക് അയാളെ ഇഷ്ടമായിട്ടേയില്ല. ഹെർബർട്ടിൻ്റെ അച്ഛൻ പോക്കറ്റ് നല്ലൊരു അധ്യാപകനായിരുന്നു. ഞാൻ നന്നായി പഠിക്കാൻ ശ്രമിച്ചു. പഠനം പുരോഗമിച്ചതോടെ എനിക്ക് സ്വയം അഭിമാനം തോന്നി. ഞാനൊരു മാന്യനായിട്ടുണ്ട് എന്ന ബോധ്യം വന്നു. എൻ്റെ താമസ സ്ഥലം കുറച്ചുകൂടി സൗകര്യപ്രദമാക്കണമെന്ന് തോന്നി. ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി പണത്തിനു വേണ്ടി ജാഗേഴ്സിൻ്റെ അടുത്ത് ചെന്നു. വക്കീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ വേഗം തന്നെ നഗരവാസിയാകുമെന്ന്. അയാൾ എൻ്റെ കണ്ണിൽ തറപ്പിച്ചു നോക്കിക്കൊണ്ട് എത്ര പണം വേണമെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി നോക്കി. ആ സമയത്ത് വീട്ടുകാരി അദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊണ്ടുവന്നു. അവരുടെ പേര് മോളി എന്നായിരുന്നു. 40 വയസ്സ് പ്രായമുണ്ടാകും അവർക്ക്. നല്ല ഉയരമുണ്ട്. അവരെ കണ്ടപ്പോൾ എന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്ന് തോന്നി. എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശക്തിയായ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നുണ്ട്. ജാഗേഴ്സ് വെമിക്കിനെ വിളിച്ച് എനിക്ക് പണം തരാൻ ഏൽപ്പിച്ചു. വില കൂടിയ അകസാധനങ്ങളും കാർപ്പറ്റും കർട്ടനുകളും വാങ്ങി. ഇപ്പോൾ എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല. ധൂർത്ത് എൻ്റെ സ്വഭാവമായി മാറുകയായിരുന്നു. ഓരോ മാസവും എനിക്ക് അനുവദിച്ച പണത്തിനേക്കാൾ കൂടുതലായി ചെലവുകൾ. വളരെ വൈകാതെ ഞാൻ കടത്തിനടിമയായി. സ്വയം നിയന്ത്രിക്കാൻ നിർബന്ധിതനായപ്പോൾ 21-ാം വയസ്സിൽ വലിയൊരു സ്വത്തിനുടമയാകാൻ പോകുന്നയാളാണ് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ആ വലിയ പ്രതീക്ഷ എൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഇല്ലാതാക്കി. ബിഡ്ഡിയുടെ ഒരു കത്ത് എനിക്ക് കിട്ടി. ജോ എന്നെ കാണാൻ വരുന്നു എന്നായിരുന്നു ആ കത്ത്. എൻ്റെ ശൈലി പരിഷ്കൃതമാക്കിയിരുന്നു ഞാൻ. ജോ വരുമെന്ന് പറഞ്ഞ ദിവസം രാവിലെ തന്നെ എത്തിച്ചേർന്നു. വാതിലിൽ മുട്ടുകേട്ടപ്പോൾ ഞാൻ വാതിൽ തുറന്നു. എന്നെ കണ്ടതും അദ്ദേഹം അതിയായി സന്തോഷിച്ചു. ആ മുഖം തിളങ്ങി. അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ പഴഞ്ചനായിരുന്നു. ഗ്രാമത്തിൽ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് പറഞ്ഞു.
മുറിയാകെ അത്ഭുതത്തോടെയാണ് അദ്ദേഹം കാണുന്നത്. എൻ്റെ ഭംഗിയുള്ള വസ്ത്രത്തിലും ജോവിൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞാണ് ഹെർബർട്ട് മുറിയിലേക്ക് വന്നത്. ഞാൻ ജോവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ മേശക്കരികിൽ ഇരുന്നു. ജോ തൻ്റെ തൊപ്പി എവിടെ വയ്ക്കുമെന്ന് ശങ്കിക്കുകയാണ്. ഒടുവിൽ ഒരു മൂലയിൽ കൊണ്ടുവച്ചു. ജോവിന് കാപ്പിയോ ചായയോ? ഹെർബർട്ട് ചോദിച്ചു. എന്തായാലും സാരമില്ല, ജോ വിനയത്തോടെ പറഞ്ഞു. ഹെർബർട്ട് ചായ ഒഴിച്ചു വെച്ചു. ജോ അമ്പരപ്പോടെയാണ് ഇരിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു മുമ്പ്. എൻ്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ടിട്ടാവണം ജോ വേവലാതിയോടെയാണ് ഇരുന്നതും പറയുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ഭക്ഷണത്തിന് ശേഷം ഹെർബർട്ട് അവിടം വിട്ടത് എനിക്ക് ആശ്വാസമായി. എൻ്റെ ചങ്ങാതിയുടെ മുന്നിൽ ഒരു വിഡ്ഢിയെപ്പോലെ ജോ പെരുമാറുന്നത് എനിക്ക് അസഹ്യമായിരുന്നു. സാർ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ജോ സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ജോവിന് എന്നെ സാറെന്ന് വിളിക്കാൻ കഴിയുന്നത്? ഞാൻ ഇടയിൽ കയറി പറഞ്ഞു. ജോവിൻ്റെ കണ്ണുകളിൽ ലാളിത്യത്തിൻ്റെ തിരി തെളിഞ്ഞു കത്തി. ഇപ്പോൾ നമ്മൾ രണ്ടുപേരേയുള്ളൂ. ഞാൻ അധിക സമയം ഇവിടെ ഇരിക്കില്ല. ഹവിഷാം ഒരു വിവരം അറിയിക്കാൻ പറഞ്ഞതുകൊണ്ട് വന്നതാണ്. അവർ എന്നെ അവിടേക്ക് വിളിപ്പിച്ചിരുന്നു. എസ്റ്റല്ല വീട്ടിൽ വന്നിട്ടുണ്ട്. പിപ്പിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു. അത്രമാത്രം. ജോ ഉടനെ എഴുന്നേറ്റു പോകാനൊരുങ്ങി. നിങ്ങൾ ഇത്ര വേഗത്തിൽ പോവുകയാണോ? ഞാൻ ചോദിച്ചു. എനിക്കത് വല്ലാത്ത വിഷമമുണ്ടാക്കി. അതെ, ഞാൻ പോകുന്നു. പിപ്പ്, എൻ്റെ പഴയ കുട്ടി, ഞാനൊരു ഇരുമ്പ് പണിക്കാരനാണ്. നീ ഇപ്പോൾ വലിയ മാന്യനാണ്. ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. നിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിന് ചേർന്നവനല്ല ഞാൻ പഴയ ആലയിൽ കഴിഞ്ഞുകൊള്ളാം. എന്നെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയാൽ അങ്ങോട്ട് വരുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എനിക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ല. എന്നാലും ഞാനവിടെ നന്നായി ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ പിപ്പിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അത് പറയുമ്പോൾ ജോവിൻ്റെ ശിരസ് അഭിമാനം കൊണ്ട് ഉയർന്നു നിന്നിരുന്നു. കണ്ണുകളിൽ വെറുപ്പിൻ്റെയോ അരിശത്തിൻ്റെയോ ശകലം പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ശിരസിൽ തൊട്ടുകൊണ്ട് ജോ പുറത്തേക്ക് നടന്നു. ഭാഗം 6 ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ വായിച്ച കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.